നമസ്കാരം. പ്രധാന വാർത്തകൾ. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വയ്ക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ആരോപണങ്ങൾ തള്ളിയും അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചും മനാഫ്. ഒരു PR വർക്കും ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനലിലെ അർജുന്റെ ചിത്രം മാറ്റി. ഇന്നത്തോടെ എല്ലാ വിവാദങ്ങളും അവസാനിക്കണമെന്ന് ആഗ്രഹമെന്നും മനാഫ്. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സർക്കാർ ധനസഹായം. PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച് P ശശി. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യം. നിയമസഭാ കക്ഷിയിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കണമെന്ന് സ്പീക്കർക്ക് LDF കൺവീനറിന്റെ കത്ത്. നിയമസഭയിൽ അൻവറിന് പുതിയ ഇരിപ്പിടം. സീറ്റ് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിറകിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറുടെ മകനാണ്. അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിരുന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. PR വിവാദത്തിൽ വ്യക്തമായ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി. അഭിമുഖത്തിന് സമീപിച്ചത് TK ദേവകുമാർ MLA-യുടെ മകൻ. PRDയും മാധ്യമ വിഭാഗവും പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം. ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പൂരം കലക്കിയതിൽ ത്രിതല അന്വേഷണം. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള അട്ടിമറിയെന്ന് മുഖ്യമന്ത്രി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. അജിത് കുമാറിനെ മാറ്റുമെന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന് CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറില്ല. NCPയുടെ മന്ത്രിയായി തുടരും. ഇനിയും കാത്തിരിക്കണമെന്ന് തോമസ് K തോമസിനോടും നേതാക്കളോടും മുഖ്യമന്ത്രി. ഇസ്രായേലിന്റേത് യുദ്ധച്ചതിയോ? ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് വെടിനിർത്തൽ കരാറിന് ധാരണയിൽ എത്തിയിരുന്നുവെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി. അമേരിക്കയും ഫ്രാൻസും ഇടനിലക്കാരായി എന്നും വെളിപ്പെടുത്തൽ. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ. കീരിക്കാടൻ ജോസിന് വിട. നടൻ മോഹൻരാജ് അന്തരിച്ചു. കിരീടത്തിലെ അതികായനായ വില്ലൻ കീഴടങ്ങിയത് പാർക്കിൻസൺസ് രോഗത്തിന് മുന്നിൽ. അമ്പത്താറ് വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതശരീരം തിരുവനന്തപുരത്തെത്തിച്ചു. തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിലെത്തിക്കും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സൈനിക ബഹുമതികളോടെ സംസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം. ചൂഷണം അവസാനിപ്പിക്കണമെന്നും കോടതി. പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. വിനോദ മേഖലയിൽ നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് ലോറി ഉടമ മനാഫ്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തട്ടെ. മുക്കത്ത് സ്വീകരണ ചടങ്ങിൽ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ പേരിൽ ഇടാനാണ് പറഞ്ഞത്. 75,000 രൂപ അർജുന് ഭത്യയായാണ് നൽകിയത്.
പണം വാങ്ങിയതിന് അർജുൻ ഒപ്പിട്ട രേഖകൾ ഉണ്ട്. അർജുൻ്റെ കുടുംബത്തിന് ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നും ഇനി ചെയ്യില്ല. തൻ്റെ പെരുമാറ്റത്തിൽ കുടുംബത്തിന് വിഷമം ഉണ്ടായിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞു. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വയ്ക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഓരോ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത്, അവരായാലും നമ്മളായാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റെ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരണം. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേലിന്റെ തിരിച്ചടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണം ആണ് നടക്കുന്നത്. സിറിയയിൽ ഹസൻ നസ്രള്ളയുടെ മരുമകനും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്, ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വെടിനിർത്തൽ കരാറിന് ധാരണയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ലെബനൻ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 25-ാം തീയതി ന്യൂയോർക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാഷ്ട്രങ്ങളും മുഖേന ബെഞ്ചമിൻ നെതന്യാഹു ഈ വെടിനിർത്തൽ കരാറിന് ധാരണയായിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് എന്നും 21 ദിവസത്തെ വെടിനിർത്തൽ കരാറിനാണ് ധാരണയെന്ന് അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു 27-ാം തീയതി ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവൻ കൂടിയായ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ യുദ്ധച്ചതി നടത്തിയതാണോ അതല്ല അമേരിക്കയും ഫ്രാൻസും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നതാണ് പുതിയ ചർച്ച. PV അൻവർ MLAക്ക് P ശശിയുടെ വക്കീൽ നോട്ടീസ്. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ ഛേദോവധം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പ്രസ്താവനകൾ പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം. ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും P ശശി നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. P ശശിക്കെതിരായ ആരോപണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരുന്നു. അൻവറിന് പല ബിസിനസ് ഇടപാടുകളും ഉണ്ടാകുമെന്നും അത്തരം ഇടപാടുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ തൻ്റെ ഓഫീസിന് സാധിക്കില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ
പ്രതികരിച്ചത്. PV അൻവർ സഭയിൽ ഇനി പുതിയ ഇരിപ്പിടത്തിൽ ആണ് ഉണ്ടാവുക. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിറകിലായാണ് അൻവറിന്റെ സീറ്റ്. CPIM നിയമസഭാ കക്ഷി സെക്രട്ടറി TP രാമകൃഷ്ണന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മുസ്ലിം ലീഗ് MLA KM അഷ്റഫിന് സമീപമായിരിക്കും അൻവറിന്റെ പുതിയ ഇരിപ്പിടം. KT ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ല എന്ന് PV അൻവർ. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് KT ജലീലിന്റെ മറുപടി. വാർത്താ സമ്മേളനത്തിൽ തന്നെ പരിഹസിച്ച PV അൻവറിന് എതിരെ ഫേസ്ബുക്കിലൂടെയാണ് KT ജലീൽ മറുപടി നൽകിയത്. അൻവറുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ച KT ജലീലിനെ വാർത്താ സമ്മേളനത്തിനിടെ PV അൻവർ പരിഹസിച്ചത് ഇങ്ങനെ. അല്ല, ഞാനതിൽ ഈ പറഞ്ഞ പോലെ ജലീൽ MLA കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാല് ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹങ്ങൾ തീരുമാനത്തിലുണ്ടാവും. എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് അപ്പോൾ ആരോ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. ജീവനപ്പേടി ഇപ്പം നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനുള്ള മറുപടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മിസ്റ്റർ PV അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന തലക്കെട്ടോടെ. എന്നും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ആരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിച്ചിട്ടില്ല. അൻവറിനും അബ്ദുറഹ്മാനും വേണ്ടി പ്രചരണം നടത്താൻ പോയപ്പോഴും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രമാണിയുടെ ഉരമേൽ ഇന്നോളം ജലീൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല എന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ തന്റെ കുറിപ്പ് KT ജലീൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ. താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ട് മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ. എന്നാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ ജലീലുമായി ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാറുണ്ട്. അത് ഞങ്ങൾ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ചായടിച്ച് പോകാറുണ്ട്. അത്ര കണ്ടാൽ മതി. ന്യൂസ് 18 മലപ്പുറം. അഭിമുഖത്തിന് PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത. താനോ സർക്കാരോ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ വിശദീകരണം. എന്നാൽ PR ഏജൻസി പ്രതിനിധി അഭിമുഖ സമയത്ത് ഉണ്ടായിരുന്നുവെന്നും പ്രതിനിധി പത്രത്തിൻ്റേത് എന്നാണ് കരുതിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ താൻ പറയാത്ത കാര്യം അഭിമുഖത്തിൽ വന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ നടപടിയുണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയില്ല. PR ഏജൻസി വിവാദത്തിൽ തികച്ചും ദുർബലമായ വാദമുഖങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അത്തരമൊരു ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്ക് ഒരു PR ഏജൻസിയോ താനോ സർക്കാരോ പണം കൊടുത്ത് ഒരു PR ഏജൻസിയും വച്ചിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു തരത്തിലും എന്തിനാണ് ഈ ഒരു ഏജൻസി ഇങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവർക്ക് നിയമനടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. TK ദേവകുമാർ എന്ന CPMന്റെ മുൻ MLAയുടെ മകൻ തന്റെ പരിചയക്കാരനാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖ സമയത്ത് ഈ രേഖയ്ക്കും ഈ ദേവകുമാറിൻ്റെ മകനുമൊപ്പം ഒരാൾ കൂടി അഭിമുഖ സമയത്ത് വന്നു. അത് ഹിന്ദുവിൻ്റെ പ്രതിനിധിയായിരുന്നു എന്നാണ് താൻ വിചാരിച്ചത്. അതിനപ്പുറത്തേക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ
കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിന്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദമുഖങ്ങളിൽ വലിയ സംശയമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമാകട്ടെ, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാകട്ടെ, അനുമതിയില്ലാതെ ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിൽ ഇത്തരം ഒരു അഭിമുഖം നൽകുമ്പോൾ ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ കടന്നു വന്നെന്ന് ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് സർക്കാരോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. അതേസമയം ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. അങ്ങനെയെങ്കിൽ PRDയും മാധ്യമ വിഭാഗവും മീഡിയ സെക്രട്ടറിയും എല്ലാം പിരിച്ചുവിടട്ടെ എന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനോടുള്ള പ്രതികരണമായി വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഗൂഢാലോചന ഉണ്ടായോ എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP എച്ച് വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. ADGPയുടെ റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പൂരത്തിനിടയിൽ നടന്നു. ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി. അത് ഗൗരവമായാണ് കാണുന്നത്. കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണ് ഈ സംഭവത്തെ കാണിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ADGPയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെന്റ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അജിത് കുമാറിന് മാറ്റും എന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചുവെന്ന് ബിനോയ് വിശ്വം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആണ് ബിനോയ് വിശ്വം ഇക്കാര്യം വ്യക്തമാക്കിയത്. റിപ്പോർട്ട് വരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി CPIയോട് ആവശ്യപ്പെട്ടതായും ADGPയെ മാറ്റാതെ പറ്റില്ലെന്ന് CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തു. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ADGPയെ കീ പോസ്റ്റിൽ ഇരുത്തി അന്വേഷണത്തെ പ്രഹസനമാക്കുകയാണ് എന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തു നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ മിണ്ടിയില്ല? ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആര് പങ്കാളികളായി എന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഗവർണർ പറഞ്ഞു. So this is a very serious matter. I have written to the Chief Minister today to furnish me detailed report, and I have specifically asked who are these people and groups who are involved in anti-national activities. What action government has taken against them? I want this report to reach me at the earliest, along with the earlier letter where I had asked what action government has taken in the matter of phone tapping. So I will wait for few days. According to me, this indicates that I do not know how to do this. This is a very serious situation developing in the state.
It seems that the government has abdicated its duties. Suppose they know about this smuggling. As Chief Minister said in his press conference on September 21st, now he is saying that the money which comes from gold smuggling is being used for anti-national activities. And in his press conference 21st September, he has given figures for last 3 years. It means anti-national activities at least for last 3 years have been going on. Don't you think it is a serious matter? NCPയിൽ ഉടൻ മന്ത്രിമാറ്റം ഉണ്ടാകില്ല. മന്ത്രിമാറ്റം ഉടൻ സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ തീരുമാനം NCP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരത് പവാറിനെ അടക്കമാണ് ഇക്കാര്യം അറിയിക്കുക. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറം തനിക്ക് ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇത് സംബന്ധിച്ച് പിന്നീട് AK ശശീന്ദ്രന്റെ പ്രതികരണം. ഇന്ന് മുഖ്യമന്ത്രിയുമായി അടക്കം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത്. 56 വർഷം മുമ്പ് മരിച്ച സൈനികന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചു. പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് എത്തിച്ചത്. 1968 ഫെബ്രുവരി 7-ന് ലഡാക്കിൽ നടന്ന വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാനെ കാണാതായത്. അന്ന് തോമസ് ചെറിയാന് 22 വയസ്സായിരുന്നു പ്രായം. തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 10 മണിക്ക് ജന്മനാട്ടിൽ എത്തിക്കും. പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിക്കുന്ന മൃതദേഹം വിലാപയാത്രയായി വീട്ടിലേക്ക് പുറപ്പെടും. 11 മണിക്ക് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 2 മണിയോടെ ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിക്കും. ശുശ്രൂഷകൾക്ക് ശേഷം സൈനിക ബഹുമതികളോടെ പ്രത്യേക കല്ലറയിൽ സംസ്കരിക്കും. നടൻ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ ആയിരുന്നു അന്ത്യം. കിരീടം എന്ന ചിത്രത്തിലൂടെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ താരമാണ്. പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് പിന്നീട് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ മരണം സംഭവിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറി. മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യം ഇല്ല എങ്കിൽ നിർബന്ധിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. പരാതിയുമായി മുന്നോട്ടു പോകാൻ മൊഴി നൽകിയവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരുടെ പ്രത്യേക ബെഞ്ചാണ് റിപ്പോർട്ട് പരിഗണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെടുത്ത തുടർ നടപടികളും CBI അന്വേഷണം വേണമെന്ന് അടക്കമുള്ള ഹർജികളുമാണ് കോടതി പരിഗണിച്ചത്. സിനിമാ മേഖലയിൽ എന്ത് നടക്കുന്നുവെന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളണം. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണമെന്നും ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള സാധ്യതയുണ്ടോയെന്നും തൊഴിൽദാതാവിന് കരാറിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാനാകുമോ എന്നും പരിശോധിക്കണം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തല നടപടി വേണമെന്ന് ഹൈക്കോടതി. ചൂഷണം അവസാനിപ്പിക്കണമെന്നും സിനിമാ മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാകണം നിയമമെന്നും കോടതി വ്യക്തമാക്കി. വിനോദമേഖലയിലേക്ക് നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി വനിതാ കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആളുകൾക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ നിയമമെന്നും വനിതാ കമ്മീഷൻ കോടതിയെ അറിയിച്ചു. സിനിമ, ടെലിവിഷൻ, നാടകം, സംഗീതം, സർക്കസ്, ഫാഷൻ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. DIG അജിത ബീഗം, AIG പൂങ്കുഴലി എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുവേണ്ടി കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. മലബാർ ഗ്രൂപ്പ്സിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി 21,000 പെൺകുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം മുംബൈ ഭാരത് ഡയമണ്ട് ബുൾസിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ
MP അഹമ്മദ്, വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാം, മലബാർ ഗ്രൂപ്പ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ O അഷർ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മഹേന്ദ്ര പ്രദേശ് ഡയറക്ടർ ഷൗനക് പരീഖ് എന്നിവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതി പ്രകാരം ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിലെ 80 നഗരങ്ങളിൽ ആയി ദിനംപ്രതി 50,000 പേർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. നിർധനരും അഗതികളുമായ സ്ത്രീകളെ സൗജന്യമായി സംരക്ഷിക്കുന്നത് ഗ്രാൻഡ്മ ഹോം പദ്ധതിയും മലബാർ ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലുമായാണ് ഇപ്പോൾ ഗ്രാൻഡ്മ ഹോം ഉള്ളത്. കേരള അഡ്വൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ എറണാകുളം ആലപ്പുഴ സോണിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് KV കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു മേനോൻ, സോൺ സെക്രട്ടറി പ്രജീഷ് OP, ട്രഷറർ ബീന പോൾ, സംസ്ഥാന ഭാരവാഹികളായ ജോൺസ് വളപ്പില, സന്ദീപ് നായർ, AT രാജീവ്, ഷൈൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7,070 രൂപ, പവൻ 56,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5,880, പവന് 47,040. വെള്ളി 98 രൂപ, ഗ്രാമിന് കിലോ 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.